ഹലോ ഗൈസ്, വെൽക്കം ടു പ്രയാണം. ഞാൻ റോഹൻ, നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പ്രയാണം. ഞാനില്ലാത്ത തക്ക നോക്കി ഞങ്ങളുടെ ടീമിൽ അൻസോ കയറി ഇൻട്രോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദുരന്തമായിപ്പോയി. ഹലോ ഗായ്സ്, എല്ലാവർക്കും പ്രയാണത്തിലേക്ക് സ്വാഗതം. ഞാൻ അൻസോ, നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പ്രയാണം. സത്യത്തിലേ ഈ ഇൻട്രോ എടുക്കേണ്ട ഞാനല്ല കേട്ടോ, റോഹൻ ബ്രോയാണ്. പുള്ളി ഡ്രസ്സ് മാറാൻ പോയ നേരത്തിനെ ഞാനെന്തോ ഇത് ഇൻട്രോ എടുക്കാൻ ഉദ്ദേശിച്ചു. പിന്നെ ഞങ്ങളിന്ന് എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതൊരു സ്ഥലം തന്നെയാണ്. സത്യത്തിൽ ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് പുനലൂരാണ്. അപ്പോൾ പുനലൂർ ഏകദേശം 36 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പോൾ അത്രയും സെൽഷ്യസിന് വെറും 15, പുനലൂരിന് വെറും 15 കിലോമീറ്റർ അടുത്ത് ഇതുപോലൊരു സ്ഥലം. സത്യത്തിൽ പറയുമ്പോൾ കാനന ഭംഗി ആസ്വദിച്ച് അങ്ങനെ എങ്ങോട്ടാണ് പുള്ളി കാണാനെന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. പുള്ളി വരുന്നതിന് മുമ്പ് ഞാൻ ഇൻട്രോ എടുത്തെന്ന് വെച്ച്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് പുനലൂരെന്ന് പറയുന്നത്. പുനലൂരിൽ നിന്ന് വെറും 15 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെക്ക് ഡാമിലാണ് ഞങ്ങളിപ്പോൾ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നല്ല തണുത്ത വെള്ളമാണ്. കല്ലടയാറിൻ്റെ ഒരു കൈവഴിയാണിത്. നിങ്ങൾക്ക് കാണാം, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ആഴമൊന്നുമില്ല. എന്നെപ്പോലെ അത്യാവശ്യം നീന്തൽ അറിയാത്തവർക്കും നൈസായിട്ട് വന്ന് ചാടാവുന്ന സ്ഥലമാണ്. അടിപൊളി എൻ്റെ പൊന്നു. ഞാൻ പറഞ്ഞല്ലോ, റോഹൻ ബ്രോയിൽ നടുവിലൊരു ചവിട്ടൊക്കെ ചവിട്ടി ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ മൂടെല്ലാം പോകുന്നു. വെള്ളത്തിൽ ഞാൻ ഇവിടെ 3 വട്ടം വന്നിട്ടുണ്ട്, ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു അൻസോ പറഞ്ഞ പോലെ നല്ല തണുപ്പുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയായി. നല്ലൊരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മുടെ ടീമിലെ അൻസോയും ടെൻഷനാണ്. അവർ നീന്തലൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. അവർ മുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു ഗൈസ്. എനിക്കറിയത്തില്ല, നീന്തലൊന്നും അറിയത്തില്ല. രക്ഷപ്പെടാൻ നോക്കട്ടെ. ഇവിടെ വന്നപ്പോഴും എനിക്കൊരു കാര്യം പറയാൻ തോന്നി. ഇന്നത്തെ കാലത്തിൽ പയ്യന്മാർ ഹീറോ ആണെന്ന് കാണിക്കുന്ന ഗെയിംസുകളുണ്ടല്ലോ, മറ്റേ പബ്ജിയിലെ ചിക്കൻ ഡിന്നർ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. അന്ന് അവർ ഹീറോയ്സ് കാണിച്ച ഇപ്പം അന്യം നിന്ന് പോയ ഒരു ഗെയിമുകളിലൊന്നാണ് വെള്ളം.
അപ്പോൾ ഗൈസ് ഒരു 3-4 മണിക്കൂർ അടിച്ച് പൊളിച്ച് നീന്തി പൊളിച്ച് സൂപ്പറായിരുന്നു. ഇറക്കിയ അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞങ്ങൾ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ പ്രയാണം ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് കാണുവാൻ വേണ്ടി അതിനടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഞെക്കിക്കോളൂ. ഗുഡ് ബൈ.